ഡിഎസ്പിമാര് SHOമാര് ഓൾ സ്റ്റാഫ് അറിഞ്ഞിരിക്കാനുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ മീറ്റിംഗും അതുപോലെ തന്നെ ADGP ലോ ആൻഡ് ഓർഡറിന്റെ മീറ്റിംഗും ഉണ്ടായിരുന്നു. അധികവും വാണിംഗ് ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഇനി സ്ട്രിക്റ്റ് ആയിട്ടുള്ള എൻഫോഴ്സ്മെന്റ് നിർബന്ധമായിട്ടും വേണം. ഓരോ സ്റ്റേഷനകത്തിലും പ്രധാനപ്പെട്ട റോഡുകളിൽ ബാരിക്കേഡ് വെച്ചിട്ടുള്ള ചെക്കിംഗ് വേണം. നിനക്ക് കൈ നോക്കാൻ അറിയോ? അറിയാം. അറിഞ്ഞിട്ടൊന്നുമല്ലല്ലോ നാട്ടിൽ. എന്നാ നീ എന്റെ കൈയൊന്ന് നോക്കിയേ. പറ്റില്ല. എന്നെ അറസ്റ്റ് ചെയ്ത ഒരു പോലീസ് ഓഫീസറാണ് നിങ്ങൾ കസേരയിലും ഞാൻ താഴെയുമാണ് ഇരിക്കുന്നത്. നമ്മൾ അസമന്മാരായി കൈകോ നോക്കിയാൽ ശരിയാവില്ല. കൈ നോക്കുമ്പോൾ ചില സത്യങ്ങൾ പറയേണ്ടി വരും. കൈനോട്ടക്കാർ സമന്മാരായി ഇരുന്നിട്ടാണ് കൈ നോക്കുന്നത്. ഓ ഇടാ, ഒരു കസേര എടുത്ത്. ഇപ്പൊ നമ്മ സമന്മാരെ. ഇനി നോക്കി. 45 വയസ്സിന്റെ ഇടയ്ക്ക് നിങ്ങൾക്കൊരു കഷ്ടകാലം വരുന്നുണ്ട്. ശ്രദ്ധിക്കണം. നീ എന്റെ തലയെടുക്കോടാ. ഞാൻ എന്തൊക്കെയോ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഇവിടെ നിന്ന് കേടുവരും, കൂട്ടുകെട്ടാവും, രാഷ്ട്രീയമാനാചാരമാണ്. 8ാം ക്ലാസ് പഠിക്കുമ്പോഴേ അതിൻ്റെ ഒരു ചൊറിച്ചലുണ്ടായിരുന്നു എന്ന് പറയും. ചൊറിച്ചലുണ്ടായിരുന്നു എന്ന് പറയും. നേരെ പാർട്ടി ഓഫീസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എനിക്ക് പ്രവർത്തിക്കണം, അപ്പോൾ പഠിക്കാൻ എന്നെ സഹായിക്കുകയാണെങ്കിൽ ഞാൻ സ്വന്തം അങ്ങ് പറയുകയാണ്. ഇവിടെ പണക്കാരൻ കൂടുതൽ പണക്കാരനായി, ദരിദ്രവാൻ കൂടുതൽ ദരിദ്രവാനാവുകയും ചെയ്യുകയാണ്. ജനകീയ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതൊരു ഗറില്ല സമരത്തിൻ്റെ തുടക്കം എന്നുള്ള നിലയ്ക്ക് ജന്മികളെ ഉന്മൂലനം ചെയ്യണം. കോങ്ങാട് ഒരു ലക്ഷ്യം ആയിരുന്നില്ല, അതല്ല. അതൊരു തുടക്കമായിരുന്നു. അതൊരു തുടക്കമായിരുന്നു. കോങ്ങാട് ഒരു ലക്ഷ്യം ആയിരുന്നില്ല, അതല്ല. അതൊരു തുടക്കമായിരുന്നു. അപ്പോൾ പിന്നെ തുടർന്ന് സമരത്തിനുള്ള പദ്ധതികളും സംഘടനാ രൂപങ്ങളും തയ്യാറെടുപ്പുകളും പരിമിതമായ തോതിൽ അന്ന് നടത്തിയിരുന്നു. തുടർന്ന് ഒരു ജനകീയ യുദ്ധത്തിനുണ്ട്. പക്ഷെ അത് സംഘടനാപരമായ അന്ന് വളരെ ദൗർബല്യത്തിലായിരുന്നു. അതും നിറവേറ്റാൻ കഴിഞ്ഞല്ലോ. പൂളിമന ഭൂമി പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ അത് അവർ തന്നെ പിന്നെ അത് വിതരണം ചെയ്യുക വിൽക്കാൻ. ഈ കൊങ്ങാട് ഇതിൽ ഒരു പ്ലാനിങ് അങ്ങനത്തെ ഇതിൽ രാമേട്ടൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഒക്കെ എന്തായിരുന്നു? അത് ശരിക്കും എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പ്ലാനിങ് എന്ന്? അല്ല, അത് ഇതിങ്ങനെ തുടങ്ങണം എന്നുള്ളതിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഞങ്ങൾ പല ദിക്കിലും ഈ വർഗശത്രുക്കളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് സ്ക്വാഡുകൾ പോവുകയും വിദ്യാർത്ഥികൾ ഈ ഡാറ്റ കളക്ട് ചെയ്യുമല്ലോ അവരുടെ പഠനത്തിൻ്റെ ഭാഗം. ആ പേരിൽ പല വീടുകളിലും പോവുകയും കുറേ ലിസ്റ്റ് തയ്യാറാക്കി പലരും പോവുകയുണ്ടായി. അങ്ങനെ ഒരു 4-5 വ്യക്തികളെ ഞങ്ങളിവിടെ തിരഞ്ഞെടുത്തിരുന്നു. പക്ഷെ അതിലെല്ലാം തന്നെ വളരെ ആപ്റ്റായിട്ടുള്ളത് കോങ്ങാട് നാരായണൻകുട്ടി നാരായണൻ. അതിന് എല്ലാം കൊണ്ടും അയാളുടെ പറ്റിയുള്ള വസ്തുതകൾ ശേഖരിച്ച് നോക്കിയപ്പോൾ പക്ഷേ അത്ര പെട്ടെന്നത് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷെ അതിനൊരു നിമിത്തമായത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ചങ്ങൻ എന്ന് പറഞ്ഞൊരു കാവൽക്കാരനായിട്ടുള്ള പറയാനുണ്ടായിരുന്നു, മുണ്ടൂരുകാരനാണ്. അപ്പോൾ അയാളെ അവിടെ കോങ്ങാടിൽ ഇയാളെല്ലാവരും ഒടിച്ചു കൊല്ലുകയാണ് എന്നുകൊണ്ടൊരു കഥ പരക്കുകയും ഇയാൾ ഞാനും ഒടിച്ചു കൊല്ലുന്നതാണ്, ഞങ്ങളുടെ തൊഴിലാണതെന്ന് സ്വയം ഏറ്റെടുക്കുകയും
അത് വലിയ പ്രശ്നമായി മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഞാൻ തന്നെ ഇങ്ങേരോട് ഇടപെട്ട് നിങ്ങളത് പറയാതെ ചങ്ങട്ട, അതിങ്ങനെയാണ്, അവിടെ കോങ്ങാട് പ്രശ്നമാണ്, എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇയാളൊന്നുമില്ല, അവിടെ പോയി കിടന്നുറങ്ങണം, കാവലിന് പോകുന്ന ആളാണ്, കപ്പയ്ക്ക് കിടന്നുറങ്ങണം. അപ്പോൾ ഇയാൾ ഒടിയനായിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞാൽ നാട് മുഴുവൻ പ്രചരണമാണ്. ഒരു അന്ധവിശ്വാസമാണ് ഉണ്ടാവുകയാണ്. അപ്പോൾ പേടിച്ചിട്ട് ആരും പുറത്തിറങ്ങില്ല, കക്കാൻ വരുന്നവരും കക്കാൻ വരില്ല, ഇയാൾ പോയി കിടന്നുറങ്ങുകയും ചെയ്യും. ഇതാണ് എല്ലാ നാട്ടിലും ഇവിടെയൊക്കെ അതിൻ്റെ ആ രീതിയുണ്ട്. അപ്പോൾ അതാണ് ഈ ഒടിയൻ്റെ കഥ. അങ്ങനെ അയാളെ അവിടെ അവസാനം പനി വ്യാപിച്ചു. ഇതുമാതിരി കർക്കിടക മാസത്തിൽ എപ്പോഴും വരുമല്ലോ മഴ. അങ്ങനെ പനി ബാധിച്ച് അവിടെ 1-2 ആൾ മരിച്ചു. അപ്പോൾ ഇയാൾ ഒടിച്ചിട്ടാണ് ഇത് ആൾ മരിച്ചത് എന്നായി. അപ്പോൾ അങ്ങനെ ഇയാൾ നാരായണൻകുട്ടി നായർ ആൾക്കാർ അയാളുടെ നിർദ്ദേശപ്രകാരം അതിനെ പരസ്യമായിട്ട് കോങ്ങാട് അവരുടെ വീട്ടിൻ്റെ പരിസരത്ത് അവിടെ ഒരു തോട്ടോരത്ത് വെച്ച് തല്ലിക്കുന്നു. ഇവിടെ നാട്ടുകാർ പോയി ശവം എടുക്കാൻ പോയിട്ടും അനുവദിച്ചില്ല, അവർ സമ്മതിച്ചില്ല. അപ്പോൾ ഈ വിവരം ഞാനന്ന് വിക്ടോറിയ കോളേജിൽ ഹോസ്റ്റലിൽ വിദ്യാർത്ഥികളുടെ മുറിയിലിരിക്കുന്ന സമയത്താണ് ഓടിക്കൊണ്ട് ഇങ്ങനെ ഉണ്ടായി, ചങ്ങട്ടനെ തല്ലിക്കൊന്നു, ഇങ്ങനെയാണ് ശവം എടുക്കാൻ. അപ്പം തന്നെ ഞാൻ അന്ന് ഇമ്പിച്ചി പാവ PW റെസ്റ്റ് ഹൗസുണ്ട്. അപ്പോൾ ആളെ വിളിച്ചിട്ട് സംസാരിക്കും, ഇങ്ങനെ ഒരു ഉണ്ട്, പോലീസ് സഹകരിക്കുന്നില്ല, അങ്ങനെയാണ്. അപ്പോൾ ആൾ ഉടനെ കൺട്രോൾ റൂമിൽ വിളിപ്പിക്കുകയും അത് ഇടപെട്ട് ശവം എടുപ്പിച്ചു. പിന്നെ അന്വേഷണമായിട്ട് അപ്പോൾ ഇയാളാണ് അതിൻ്റെ പുറകിൽ എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതൊരു നിമിത്തമായി മാറുകയാണ് ഉടനടിയായി. അല്ലെങ്കിൽ അത് അപ്പം നടക്കേണ്ട കാര്യമായിരുന്നില്ല. കുറച്ചുകൂടെ സംഘടനാ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് വേണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കോങ്ങാട് ഇതിലേക്ക് വരുന്നത്. കോങ്ങാട് പൊതുവിൽ അന്നേ വരയ്ക്കും ഉണ്ടായിരുന്ന ഉന്മൂലനങ്ങളിലെല്ലാം പരിശോധിച്ചിട്ട് ഞങ്ങളൊരു പഠനം നടത്തിയാൽ ഏറ്റവും നല്ല തെരഞ്ഞെടുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുകയും, ഞാൻ പറഞ്ഞല്ലോ, ഈ ജന്മികളായിട്ടുള്ള പലരും എൻ്റെ തല എനിക്ക് അർഹതപ്പെട്ടുള്ളതെന്ന് സ്വയം ബോധ്യമായിട്ടുള്ള പലരും ഉണ്ടായിരുന്നു അവിടെ. അപ്പം നാട് വിട്ടുപോയി, ഒരു ശൂന്യതയുണ്ടായി അങ്ങനെ. പക്ഷെ അത് ശരിക്കും ഉപയോഗപ്പെടുത്താൻ ഉള്ള സംഘടനാശേഷി അന്ന് ഉണ്ടായിരുന്നില്ല. പിന്നീട് എല്ലാവരും പിടിക്കപ്പെട്ടുകയും അതവിടെ അവസാനിച്ചെങ്കിലും ഇന്ന് അതൊരു നല്ല തെരഞ്ഞെടുപ്പും കൃത്യമായ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നടത്തിയത്. രാഷ്ട്രീയ മുദ്രാവാക്യമാണ്. പോയിരുന്നോ? ഞാൻ അതിൻ്റെ അതായത് ഞങ്ങൾ മൊത്തം 21 പേരാണ്. 23 സ്ക്വാഡാണ്, 7 പേരുള്ള 3 സ്ക്വാഡ്, 21 പേര്. അതിൽ ഒരാൾ സമയത്തിന് എത്തിയില്ല. അങ്ങനെ 20 പേരാണ് അതിൽ പങ്കെടുക്കുന്നത്. അതിൽ 3 സ്ക്വാഡിൽ 3 കമാൻഡർമാർ. ഈ കമാൻഡർമാരെ എല്ലാം കൂട്ടി യോജിപ്പിക്കുന്ന, പിന്നെ ഇവരെ രാഷ്ട്രീയമായി നയിക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ കമ്മീഷണറാണ് ഞാൻ. പിന്നെ ഇതിനൊരു കമാൻഡിങ് കമ്മിറ്റി ഉണ്ടാക്കുന്നു. അപ്പം 3 സ്ക്വാഡിൻ്റെ 3 ലീഡേഴ്സും പിന്നെ ഒരു കമാൻഡിങ് കമ്മിറ്റീൻ്റെ കമാൻഡറായിട്ടുള്ള ഒരാളും ഞാൻ പൊളിറ്റിക്കൽ കമ്മീഷണർ, അങ്ങനെ 5 പേരുള്ള ഒരു കമാൻഡിങ് കമ്മിറ്റിയാണ് ഉണ്ടാകുന്നത്. നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. അവന് ഒളിവിൽ പോകുന്നു, അതിൻ്റെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. തല വെട്ടി മാറ്റി ആ സംഭവം അയാൾ ആദ്യം 3 സ്ക്വാഡിന് 3 പണിയാണ്. ഒരു സ്ക്വാഡ് വീട് വളയാണ്, വലിയ വീടാണ്, വലിയ വളപ്പൊക്കെയാണ്. അപ്പോൾ ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് കന്നുകാലികളെല്ലാം പോകുന്ന ഒരു ഗേറ്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ കടന്നു വരികയാണ്. അപ്പോൾ അയാളുടെ വീട്ടിലെപ്പോഴും ഗുണ്ട പടയുണ്ടാവും എന്നുള്ളത് നമുക്ക് വിലയിരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പടിപ്പുരയാണ്. അപ്പോൾ ഒരു സ്ക്വാഡ് പടിപ്പുരയെ ആക്രമിക്കും. നേരെ അവരെ എല്ലാം പിടിച്ച് കെട്ടും. അവരെ നിഷ്ക്രിയരാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ വീട്ടിലുള്ള സ്ത്രീകളെയും കുട്ടികൾക്കും ഒരു ഉപദ്രവവും വരരുതെന്ന അവരുടെ സംരക്ഷകരായി മാറേണ്ടത്. അപ്പോൾ അവരുടെ സേഫ്റ്റി ആയിട്ട് ഒരു ഭാഗത്താക്കണം. ഇയാളെ മാത്രം കൊണ്ടുവന്ന് വിചാരണ ചെയ്യണം. കുറ്റപത്രം തയ്യാറാക്കിയിരുന്നു, ഒരു പ്രസ്താവനയുണ്ടായിരുന്നു രാഷ്ട്രീയമായിട്ട്. അപ്പോൾ അങ്ങനെ അത് പെട്ടെന്ന് ഒരു മിന്നൽ ആക്രമണത്തിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. 7 മണി കഴിഞ്ഞെന്തോ ആണ് വീട്ടിൽ കിടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇയാൾ വീട്ടിൽ ഭാര്യയും ഇയാളും ബാത്റൂമിലായിരുന്നു. അപ്പോൾ ബാക്കി സ്ത്രീ ജനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഞങ്ങളൊരു റൂമിലാക്കുന്നു. കുട്ടിയുടെ എല്ലാം ഒരു കസ്റ്റഡിയിൽ കൊണ്ട് വിടുന്നുണ്ട്.
ഒരു കൊച്ചു എങ്ങനെയോ മിസ്സായി, കുട്ടി കരഞ്ഞ് ഏണി ഇറങ്ങി വരുമ്പോൾ അപ്പോൾ ഞാൻ എടുത്തിട്ട് വന്ന് കുട്ടിക്ക് ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ. കുട്ടിക്ക് ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് കുടിക്കാനുള്ള വെള്ളം ഒരു പാത്രത്തിലാക്കി മുറിയിൽ വെച്ച് കൊടുത്ത് അമ്മ അവരെ മുറിയിലാക്കുന്നു സ്ത്രീകളുടെ കൂടെ. അപ്പോൾ ഇയാൾ പിന്നെ ബാത്റൂമിൽ നിന്ന് കൊണ്ടുവരുന്നു. അവർ ഭാര്യയ്ക്ക് ഉടുക്കാനുള്ള വസ്ത്രമൊക്കെ എടുത്ത് കൊടുത്ത് അവരെയും കൊണ്ടാക്കുന്നുണ്ട്. ഇയാളെ കൊണ്ടുവന്ന് വിചാരണ. അപ്പോൾ അതിന് മുമ്പ് സ്ത്രീകളുടെ ആഭരണങ്ങൾ മുഴുവൻ, അപ്പോൾ മറ്റൊരു കോടതിൻ്റെ ഇടയ്ക്ക് ഈ പണയം പരിപാടിയുണ്ട് ഇയാൾക്ക്. അപ്പോൾ ആ ഡോക്യുമെൻ്റൊക്കെ പരിശോധിക്കുകയും അതൊക്കെ കത്തിക്കുകയൊക്കെ അതൊക്കെ കഴിയണം ആ പണിയൊക്കെ. എല്ലാവരും ചേർന്നു. ഇയാൾ സ്ത്രീകളുടെ ആഭരണങ്ങൾ മുഴുവൻ ഊരി വാങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു സംശയം വേണ്ട, അവിടെ ജോലിക്കാരിയുണ്ട്. അപ്പോൾ അവരോട് ആരാ കുട്ടിയുടെ എന്തെങ്കിലും ഇതുണ്ടോ, അവരുണ്ട് പറഞ്ഞു. അപ്പോൾ അതൊക്കെ എടുക്കാൻ പറഞ്ഞു, തിരിച്ചെടുക്കുന്നവർ. ബാക്കി മുഴുവൻ ഇമിറ്റേഷൻ സാധനങ്ങളാണ്, നമുക്കറിയില്ല. എട്ടും പൊട്ടും അറിയുകയും സ്വർണ്ണം എന്താണ് ഇതെന്താണ് ഡൂപ്ലിക്കേറ്റ് അറിയില്ലല്ലോ. അത് മൊത്തം ഇമിറ്റേഷൻ സാധനങ്ങളായിരുന്നു. അപ്പോൾ പിന്നെ അന്ന് താലി വരയ്ക്കും പൊട്ടിച്ചു കൊണ്ടുപോയി എന്നൊക്കെ കഥയുണ്ടായിരുന്നു. അത് ഒരു പ്രത്യേക പത്രം മാത്രമാണ് അത് അങ്ങനെ എഴുതിയത്. വാസ്തവ വിരുദ്ധമായിരുന്നു. അവർ താലി ചെയിൻ അവരെന്നെ ഊരി തന്നു. ഊരി എടുക്കുമ്പോൾ അതിൽ താലിയുള്ളത് ഊരി, അത് ഉള്ളിൽ ബ്രേസറിൻ്റെ ഉള്ളിൽ അങ്ങ് പോയി. നമുക്കറിയില്ല, അവർക്കും അറിയില്ല. പിന്നീട് അവർ മനസ്സിലാക്കിയതുകൊണ്ട്. അപ്പോൾ എൻ്റെ താലി പറഞ്ഞപ്പോൾ താലി തരാൻ പറഞ്ഞ് ഞങ്ങൾ മൊത്തം അവിടെ തേടി താഴെ വീണത് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, ഞങ്ങളത് എടുക്കില്ല, നിങ്ങളെടുത്ത് ചരടിൽ കെട്ടിയാൽ മതി. സാധാരണ നാട്ടിൽ എല്ലാവരും ചരടിലാണ് കിടന്നത്, ചെയിനിൽ വേണ്ട. അത് സ്വർണ്ണ ചെയിനായിരുന്നു. അപ്പോൾ ബാക്കി കാതിൽ കഴിച്ച് അങ്ങനെയുള്ളതൊക്കെ ഇമിറ്റേഷൻ സാധനങ്ങളാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ വസ്തുത. അപ്പോൾ അത്രയും നമ്മളൊരു വളരെ ജനകീയമായിട്ടാണ് അത് നടത്തിയത്. അന്ന് ഇദ്ദേഹത്തിന് കുറ്റപത്രം വായിച്ചു. കുറ്റപത്രത്തിൽ കുറ്റപത്രത്തിൽ ഞങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പിന്നീട് പല അന്വേഷണങ്ങളിൽ നിന്ന് പുറത്തു വരിക ചെയ്തു, ഇയാളെങ്ങനെ ചെയ്തു എന്നൊക്കെ. അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളും എല്ലാം അത്ഭുതപ്പെട്ടു. നമ്മളറിയാത്ത ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇയാളെന്ന് പറഞ്ഞിട്ട്. പിന്നീട് കുറ്റപത്രത്തിൽ അത് ഒരു ജനറലായിരുന്നു. ഒന്നുണ്ട്, ഒരു സ്ത്രീയെ അലക്കുകാരി സ്ത്രീയെ അയാളുടെ ഇഷ്ടത്തിന് വഴങ്ങിയില്ല ഉടനെ അവരെ മുലയിറക്കി മുലക്കണ്ണ് മുറിച്ച് കളയും. പിന്നെ അവരെ ഇതിന് മുമ്പുണ്ടായിരുന്ന ഭാര്യയെ ചവിട്ടിക്കൊന്നു. ഇയാളുടെ സ്വഭാവ ദൂഷ്യത്തിൽ പരീക്ഷിച്ച് ചവിട്ടിക്കൊന്നു. ഇത് രണ്ടാം ഭാര്യ. ഇയാളുടെ ജ്യേഷ്ഠൻ്റെ വെപ്പാട്ടിയായിരുന്ന ഒരു സ്ത്രീയാണ് ഇപ്പോഴത്തെ ഭാര്യ. അപ്പോൾ ഇയാളുടെ 2 പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. കാരണമൊന്നും അറിയില്ല, ആത്മഹത്യ ചെയ്ത ഒരാൾ ഞരമ്പ് മുറിച്ചു, ഒരാൾ കഴുത്ത് മുറിച്ച് മരിച്ചു, മൂത്ത 2 പെൺകുട്ടികൾ. അപ്പോൾ ഇതൊക്കെ ആ വീട്ടിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അനാരോഗ്യകരമായ കുടുംബ സാഹചര്യം. പിന്നെ ഇയാൾ തൊഴിലാളികൾക്ക് പൈസ കൊടുക്കില്ല, പിന്നെ കൂലി ചോദിച്ചാൽ മർദ്ദിക്കും. നാട്ടിൽ പെൺകുട്ടികളെ നവവധുക്കളായ ആദ്യ രാത്രി ഇയാളുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളത് അവിടുത്തെ എഴുതപ്പെടാത്ത നിയമമാണ്. അതിന് വിസമ്മതിച്ചാൽ ആ വീടുണ്ടാവില്ല, പൊളിച്ചുകളയും. അവിടെ നാട് വിട്ട് പോകേണ്ടി വരും. ഈ പെൺകുട്ടിക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അവർ വഴങ്ങുകയാണ്. ഇതായിരുന്നു അവിടുത്തെ അവസ്ഥ. ഒരു നാട്ടുകാർ എന്നോട് പിന്നീട് പറഞ്ഞത്, അവരുടെ വീട്ടിൻ്റെ മുന്നിൽ പാട വരമ്പത്ത് കൂടി പോവുകയാണെങ്കിൽ അറിയാതെ തലയ്ക്കെട്ട് ഊരിയ ആൾക്കാർ കക്ഷത്ത് വയ്ക്കും. അത്രയും പേടിയായിരുന്നു. അങ്ങനെ ഒരു ഫോഴ്സ് ഓഫ് ഹാബിറ്റിൽ ആക്കി കൊണ്ടുവന്ന് നിർത്തിയ അതാണ് അവസ്ഥ അവിടുത്തെ. കുറ്റപത്രം വായിച്ചു അയാളായി. അപ്പോൾ ആൾ ഇതൊക്കെ നിഷേധിക്കണോ, ഞാൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം, എന്നെ ഒന്നും ചെയ്യരുതെന്നൊക്കെ പറയണോ. അതില്ല, ഞങ്ങൾ ഇത് കോടതിൻ്റെ വിധിയാണ്, പ്രഖ്യാപിക്കണോ എന്ന് പറയണു. അയാൾ ശിരച്ഛേദം ചെയ്യണോ. അയാളെന്നെ അറിയുന്നില്ല മരിക്കുന്നത്. ആ രീതിയിൽ അയാൾ എല്ലാവരും ഉണ്ട്. അതൊന്നും നമ്മളിപ്പോൾ അന്നും ഇന്നും അറിയില്ല. അത് ഒരു കേസിലേ വരാത്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് അയാൾ വധിക്കണം. ആ തലയെടുത്ത് വീട്ടിലേക്ക് കയറി പോകണം, പടയിലേക്ക് വയ്ക്കണോ. എന്നിട്ട് മുദ്രാവാക്യങ്ങൾ എഴുതിയതൊക്കെ അവിടെ ഒട്ടിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, ഇന്നതിനു വേണ്ടിയാണ് ചെയ്യുന്നത്, അതാണെന്ന് പറഞ്ഞിട്ടൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. അതൊക്കെ അവിടെയുണ്ട്. അവിടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. മുദ്രാവാക്യം വിളിച്ച് അവിടെ പോകുമ്പോഴും മുദ്രാവാക്യം വിളിച്ചാണ്
കയറി ചെല്ലുന്നത്. വരുമ്പോഴും മുദ്രാവാക്യം വിളിച്ച് പാഠവാരംഭത്തിലൂടെ പിന്നെ സമയം എനിക്കിപ്പോൾ പറയാൻ ഓർമ്മയില്ല, അത് ആ പുസ്തകത്തിൽ കൃത്യമായിട്ടുണ്ട്. ഞങ്ങൾ വരുന്ന സമയത്ത് ക്ലോക്ക് ഉണ്ട്, ആ ക്ലോക്ക് അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ ആ ക്ലോക്ക് നിൽക്കുകയാണ്. അത് നമ്മൾ അത് ബോധപൂർവം ചെയ്തതല്ല. പല ഫോട്ടോയും പൊട്ടിക്കുമ്പോൾ ഈ ക്ലോക്കിലും അടിച്ചു, അത് പൊട്ടി, ക്ലോക്ക് കേടുവന്നു നിന്നു, ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ആ ഇറങ്ങി വന്ന സമയം അതിൽ കാണിക്കുന്നുണ്ട്. ഒരു 40 മിനിറ്റ് ഞങ്ങളവിടെ ഉണ്ടായിരുന്നു എന്നർത്ഥം, ചുരുക്കം. അപ്പം പിന്നെ ഫോട്ടോ സഹിതം പത്രങ്ങളിലൊക്കെ വന്ന ആ ക്ലോക്കിൻ്റെയൊക്കെ ഇങ്ങനെയാണത് ചെയ്യുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ കൊന്നത് കൊണ്ട് ഇതൊക്കെ പരിഹരിക്കുന്നുള്ള ഒരു സിദ്ധാന്തവും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഒരു ഉന്മൂലന സിദ്ധാന്തം, ആ ലൈനിനോട് എതിർപ്പുമായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ജനങ്ങളെ വിപ്ലവപരമായി തട്ടി ഉണർത്തുക എന്നുള്ള ഇതിലായിരുന്നു, അതായിരുന്നു ലക്ഷ്യം. പിന്നെ പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു, അത് പിന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. അത് ഞങ്ങളുടെ തന്നെ ആഭ്യന്തരമായ ദൗർബല്യങ്ങളും പോരായ്മകളും ഒക്കെയാണ്. അതിനുശേഷം 71-ലാണല്ലേ? അത് 71. 71-ലല്ലേ പിടിയിലാവുന്നത്? 1-2 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ തൃക്കരിപ്പൂര് വെച്ചിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. അതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഒളിവിലായിരുന്നു. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അതിൽ സംസ്ഥാന തലത്തിൽ തന്നെ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, സംഘടന കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കണ്ണൂർ പോവുകയാണ്. അപ്പോൾ തൃക്കരിപ്പൂരാണ് പിന്നെ ഒരു ഷെൽട്ടർ ഉണ്ടായിരുന്നു, അവിടെയാണ് താമസിക്കുക. അത് ലീക്കായി അറിയാതെ എങ്ങനെയോ. ഒരു കാര്യം എന്താണ്, അപ്പോഴേക്ക് ഇവരുടെ സപ്തകക്ഷി മുന്നണി ഉണ്ടല്ലോ ഇവിടെ, CPM-ൻ്റെ നേതൃത്വത്തിലുള്ള, അത് തെറ്റിപ്പിരിഞ്ഞു അവർ. അപ്പോൾ മുസ്ലിം ലീഗ്, CPI ഒക്കെ ഇവരായി തെറ്റിപ്പിരിഞ്ഞ് ബദ്ധശത്രുക്കളായി. തൃക്കരിപ്പൂർ പറഞ്ഞാൽ CPM കോട്ടയാണ്, മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഞാൻ താമസിച്ച പടന്ന എന്ന് പറഞ്ഞ ഗ്രാമമാണ്, അവിടെ മുസ്ലിം ഭൂരിപക്ഷമാണ്. അപ്പോൾ അവിടെ മുസ്ലിം ഇത് തെറ്റിപ്പിരിഞ്ഞ് നടക്കുന്ന സമയമാണ്. അപ്പോൾ CPM ഇവരുമായിട്ട് ഭയങ്കര ടഗ്-ഓഫ്-വാറാണ്, ഇതറിയുന്നില്ല. അപ്പം ആരോ ഞാൻ ഒളിവിൽ താമസിക്കുന്ന ആ വീട്ടിലെ ഒരു അംഗം ഞാൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ അവർ ജോലി എടുക്കുന്ന വീട്ടിൽ പോയി സംസാരിച്ചു. അതങ്ങനെ പടർന്നു, ആരും അറിയില്ല. ഒരു ദിവസം ഈ വീട് മൊത്തം മുസ്ലിം ലീഗിൻ്റെ യുവാക്കൾ വളയാണ്. അപ്പം ആരാണെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്നോട് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ അന്ന് എന്നെ കൂട്ടിയിട്ട് പോകാൻ 2 ആൾ വന്നിട്ടുണ്ട്. ഞാൻ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പുറത്തിരിക്കുക. അപ്പോൾ അവിടെ ഒരു പലചരക്ക് പീടിയുണ്ട്, ആ പീടിയെ പൂട്ടണം. അപ്പോൾ ആൾക്കാരൊക്കെ പിരിഞ്ഞു പോയാൽ പിന്നെ അപ്പോൾ അവിടെ കൂട്ടിയിട്ട് പോകാൻ വേണ്ടി 2 ആൾ, ആ പീഡിയക്കാരനെ സഹായിക്കുന്ന ആളാണ്, അവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന് 2 ആൾ വന്നു, എവിടെ അവൻ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ വീട്ടിലൊരു ഹരിജൻ വീടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാണ്. അപ്പോൾ അവർ ആരുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പുറത്ത് മുറ്റത്ത് കൊണ്ടുപോകാനുള്ള എൻ്റെ പാക്ക് ചെയ്ത തുണിയൊക്കെ ആയിട്ട് മുറ്റത്ത് അവിടെ ബെഞ്ചിലിരിക്കുക. ആരാടാ നീ? രാഘവന്റെ സുഹൃത്താണ്, നാട് കാണാൻ വന്നതാണ്. പയ്യന്നൂർ കോളേജിലാണ് പഠിക്കുന്നത്. അകത്തേക്ക് കയറടാ. അവർ ഉടനെ വാതിലിട്ട് പൂട്ടി പുറത്തുനിന്ന്. അങ്ങനെ അവർ ആരെയൊക്കെയോ വിളിച്ചു കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അപകടം മനസ്സിലാക്കി. അപ്പോൾ ഈ സീലിങ് പലക അടിച്ചതാണ്. ഞാനത് ജനലിൽ കൂടി പിടിച്ച് ശക്തിയായി എങ്ങനെയോ അത് അടിച്ച് പാനി തുടങ്ങി പലക അങ്ങോട്ട് പൊന്തി. അതിൽ കൂടി കയറി മോളി കൂടി ചാടി ഇറങ്ങി ഓടി പുറത്തേക്ക്. ഇതിൻ്റെ ഒരു 15 അടി എന്തോ ഉണ്ടാവും. താഴത്തേക്ക് ചാടി ഞാൻ ഓടി. പക്ഷെ അവിടെ മണൽ പ്രദേശമാണ്, മണലാണ് മൊത്തം, ഓടാനും നമുക്കങ്ങനെ കഴിയില്ല. അപ്പം എവിടെ ഓടിയാലും അവിടെ 4 ആൾ 5 ആൾ ഇങ്ങനെ ഉണ്ടാവും. ഇവർ വളഞ്ഞിരിക്കുക വീട്, അതറിയില്ല. അപ്പോൾ കുറേ ഓടി ഞാൻ നേരെ ആ പീടിയിലേക്കാണ് വരുന്നത്. അപ്പോൾ അവിടെ ഞാനൊരു 1-2 സ്വയം രക്ഷയ്ക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ അവിടെ ബാഗിൽ വെച്ചിട്ടുണ്ട്. അതെടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കയറിയത്. അപ്പോൾ ഇവർ അടിച്ചു വീഴ്ത്തി. അപ്പോൾ പീടിയിൽ തമ്പാൻ എന്ന് പറഞ്ഞ ആൾ, എന്തിനാ അയാളെ നിങ്ങൾ തല്ലണം? തമ്പാൻകുട്ടി, അയാൾ അവിടുത്തെ ഒരു കൊള്ളാവുന്ന വീട്ടിലെ ചെറുപ്പക്കാരനാണ്, ഒരു അവിടെ അറിയപ്പെടുന്ന എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ്. അപ്പോൾ തമ്പാൻകുട്ടിയെ ഞങ്ങൾക്കെല്ലാം അറിയാം, നീ ഇതൊന്നും പറയണ്ട എന്നിവർ പറയുന്നുണ്ട്. പിന്നെ അവർ അടിയായി, ഭയങ്കര അടിയാണ്, കൂട്ടത്തല്ലല്ലേ. കാലിങ്ങനെ മൊത്തം വിറക് കെട്ട് മാതിരി തള്ളവരൽ വരയ്ക്കും കയറ് കൊണ്ടുവന്ന് ചുറ്റി
കൊണ്ടുവന്ന് മുറ്റത്ത് ചവിട്ടലും അടിക്കലും. അങ്ങനെയാണ് പിന്നെ പോലീസിനെ അറിയിച്ച് പോലീസ് കൊണ്ടുവരുന്നത്. അങ്ങനെ പോലീസ് ആരെ കിട്ടിയാലും ഇവിടെ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ലക്ഷ്മണയാണെന്ന് അറിയില്ല, ഒരു ഉയർന്ന ഓഫീസർ വന്ന് ചോദിക്കുന്നുണ്ട് എന്നോട്. പിന്നെ വളപട്ടണം സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഞാൻ CPM-ൻ്റെ പ്രവർത്തകനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അയാൾ അതൊന്നും പറയണ്ട, എനിക്കറിയാം. വർഗീസിന്റെ കണ്ണ് പോയത് എങ്ങനെയാണെന്ന് നിനക്ക് അറിയോ? വർഗീസ് ഏത് വർഗീസ് എന്നൊക്കെ ഞാൻ ചോദിക്കുന്നു. അപ്പോൾ അയാളുടെ ബാറ്റൻ വടിവാളാണ്, അത് ഊരിയിട്ട് ഇതിങ്ങനെ ചുഴറ്റി, വടിവാളാണ് ഇങ്ങനെ ചുഴറ്റിയിട്ടാണ് കണ്ണ് പോയത്. അങ്ങനെയാണ് വർഗീസിൻ്റെ കണ്ണ് ഒരു ചൂഴ്ന്നെടുത്തു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകും. അത് പിന്നീട് ലക്ഷ്മണയാണെന്നുള്ളത് വർഷങ്ങൾക്ക് ശേഷം ഇതേ തൃശ്ശൂരിലേരി തിരുനെല്ലി വർഗീസിൻ്റെ വധിച്ച ആ സംഭവമായി ബന്ധപ്പെട്ട് വിചാരണയ്ക്ക് ആൾ സാക്ഷിയായി വരുമ്പോഴാണ് ഇയാളാണ് അന്നത്തെ ആളെന്നുള്ളത് മനസ്സിലാകുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവണം. പിന്നെ അന്ന് കൊണ്ടുവരുന്നു. അതിന് മുമ്പ് മിക്കവാറും ആൾക്കാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ മൊഴി എന്നോട് ചോദ്യമൊന്നും ചോദിക്കുന്നില്ല. അവരുടെ മൊഴിയൊക്കെ വായിച്ചിട്ട് അപ്പോൾ അത് ഞാൻ പറയുന്നുണ്ട്, ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. ആ ക്യാമ്പിൽ മർദ്ദിക്കാൻ ഉണ്ടായിരുന്നില്ല. അത് സത്യത്തിൽ മർദ്ദനം ഉണ്ടാകുന്നില്ല എന്നല്ല, മർദ്ദിക്കാനില്ലായിരുന്നു. എനിക്ക് നടക്കാനൊന്നും കഴിയില്ല. അതിനെ കാലിൻ്റെ അടിയിലൊക്കെ അടിച്ചിട്ട് ഉരുട്ടൽ, അത് കഠിനമായ മർദ്ദനമായിരുന്നു. അതുകൊണ്ട് പിന്നെ കോടതിയിൽ ഹാജരാക്കും. അവിടെ നിന്നാണ് അപ്പോൾ പിന്നെ ജയിലിൽ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ധാരണയുണ്ട്, ഈ സംഭവങ്ങൾ അറസ്റ്റ് ചെയ്താൽ മോചനം രാഷ്ട്രീയമായിട്ട് ആണ് നേടേണ്ടത്. കോടതി ഇതിനൊന്നും നമ്മൾ ആശ്രയിക്കാൻ നിൽക്കരുത് എന്നുള്ളൊരു കോടതി മുറികളെ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള രംഗമാക്കി മാറ്റണം എന്നുള്ളൊരു രാഷ്ട്രീയ തീരുമാനം വേഗമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പഴയകാല കമ്മ്യൂണിസ്റ്റുകൾ ഇപ്പോൾ മീറത്ത് ഗൂഢാലോചന കേസിലൊക്കെ അങ്ങനെയാണ് അവരും പ്രതികൾ അങ്ങനെയാണ് നിലപാടെടുത്തതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തീരുമാനമായിരുന്നു. അപ്പോൾ ഈ രാഷ്ട്രീയമായി പിന്നെ ജയിലിലെത്തുന്നു. ജയിലിൽ വരുമ്പോൾ മിക്കവാറും എല്ലാവരും വന്നു കഴിഞ്ഞു. 9 പേരോ 10 പേരോ അല്ല, അത് പിന്നീടാണ്. ജയിലിൽ പാലക്കാട് സബ് ജയിലിലായിരുന്നു എല്ലാവരും ഉണ്ടാകുന്നത്. അപ്പോൾ ജയിലിലെ സ്ഥിതി വളരെ മോശമാണ്. ഭക്ഷണം വളരെ മോശമായിരുന്നു. അപ്പോൾ ആ ഭക്ഷണം വെറും വെള്ളമാണ് കൊടുക്കുക തടവുകാർ. ഞങ്ങളത് ശരിയാവില്ല, എത്ര റേഷനുണ്ട്, ജയിൽ മാന്യു വായിക്കാൻ തരാൻ പറഞ്ഞു. അത് തരണം അവർ. അപ്പോൾ അത് വായിക്കണം. അപ്പോൾ ഇത്ര ഗോതമ്പിൻ്റെ അളവ്, ഇത്ര ഇത് പച്ചക്കറി, ഇത് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത്രയും തന്നില്ലെങ്കിൽ മനുഷ്യന് കഴിക്കാൻ പറ്റിയ മാതിരിയെങ്കിലും ഉണ്ടാക്കി തരണമല്ലോ. അത് തരണം, അത് ശരിയാവില്ല. അപ്പോൾ അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ ഒരു സൂപ്രണ്ട് വലിയ ഗുണമുള്ള ആളായിരുന്നില്ല. പക്ഷെ ഞങ്ങളോട് നല്ല പെരുമാറ്റമാണ്. പക്ഷെ അത് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ പരിഹരിക്കപ്പെടുന്നില്ല. അവർ കൊണ്ടുപോവുകയാണത്. ചമ്മന്തി നാളികേരത്തെ ഗ്രാം ഉണ്ടാവണമെന്നുണ്ട്. അതുകൊണ്ടാണ് ചമ്മന്തി ഉണ്ടായത്. അത് വെറും അതിൻ്റെ പാല് പിഴിഞ്ഞിട്ട് ചണ്ടി കൊണ്ടാണ് ഉണ്ടാക്കി തരിക. ഇതൊക്കെ ഞങ്ങൾ തടവുകാർ പറയും നമ്മളോടത്. ഈ കിച്ചണിൽ പണിയെടുക്കുന്ന തടവുകാർ തന്നെ ഇങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞു തരും. അപ്പോൾ ഇത് വെച്ചിട്ട് ഞങ്ങൾ ഒരു സമരം ആസൂത്രണം ചെയ്യുന്നുണ്ട്. ആദ്യം ഇന്ന ആവശ്യങ്ങൾ ഭക്ഷണത്തിൽ ഇങ്ങനെ പരിഹാരം, വായിക്കാൻ പത്രം തരില്ല. അപ്പോൾ അത് വേണം. ഇംഗ്ലീഷ് പത്രം ഒരിക്കൽ ഞാൻ കൊണ്ടുവന്നപ്പോൾ പുറത്ത് കേസിന് പോയിട്ട് വരുമ്പോൾ വാങ്ങിക്കുമല്ലോ. അത് കൊണ്ടുവന്ന് ഉള്ളിൽ തരാ പറയും, തരില്ല. അപ്പോൾ ഇത് ഇങ്ങനെ പത്രം വായിക്കാൻ തരണം. പിന്നെ ഷേവിങ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവണം. കുടിക്കാൻ വെള്ളം സൗകര്യം ഉണ്ടാവില്ല പാലക്കാട് കുളിക്കാനൊന്നും. അപ്പോൾ അത് ഞങ്ങൾ കോരി കുളിക്കാം കിണറ്റിൽ പോയിട്ട്, അതിന് അനുവദിക്കണം. ഇങ്ങനെ കുറേ ഡിമാൻഡ് വെച്ചു. വായിക്കാൻ പുസ്തകങ്ങൾ വേണം, ഭക്ഷണത്തിൻ്റെ പ്രശ്നം. അപ്പോൾ ഇത് അവിടെ പരിഹരിക്കാൻ കഴിയുന്നല്ല. കുടിക്കാനൊന്നും അങ്ങനെ കൊണ്ടുപോകാനൊന്നും കഴിയില്ലെങ്കിൽ ഞങ്ങൾ ഡിമാൻഡ് വെക്കുകയാണ്. ക്ലോസറ്റ്, ഇതിൻ്റെ സെല്ലിൽ ക്ലോസറ്റുകൾ ഉണ്ടാക്കണം തടവുകാരന്. ഒരു 6 മണിക്ക് പൂട്ടിയ പിന്നെ കാലത്തെ തുറക്കുന്നോണ്ടേ മൂത്രമൊഴിക്കാനൊന്നും അവർക്ക് ഒന്നും സൗകര്യം ഉണ്ടാവില്ല. വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് സൗകര്യമില്ല അവിടെ എന്നുള്ളത്. പക്ഷേ സൗകര്യം ഉണ്ടാക്കണമല്ലോ. അപ്പോൾ നമ്മൾ പുറത്ത് സ്വതന്ത്ര മനുഷ്യരന്മാരെയല്ല. മനുഷ്യൻ അതിൻ്റെ ഉള്ളിലുണ്ടാകുമ്പോൾ അവരുടെ പ്രാഥമികമായ
മനുഷ്യാവകാശങ്ങളുണ്ടല്ലോ, അത് പരിഹരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ കുറേ ഡിമാൻഡ് ഉണ്ടാക്കി മുഖ്യമന്ത്രി അച്യുത മേനോൻ ജയിൽ ഐ ജി, പോലീസ് ഐ ജി, ഞങ്ങളെ റിമാൻഡ് ചെയ്തിട്ടുള്ള മജിസ്ട്രേറ്റ് കോടതിക്ക്. അന്ന് ആഭ്യന്തരമന്ത്രി കെ കരുണാകരൻ, അന്ന് ആഭ്യന്തരമന്ത്രി കെ കരുണാകരൻ, അച്യുത മേനോൻ മുഖ്യമന്ത്രി. ഇവർക്കൊക്കെ കോപ്പി അയക്കുന്നുണ്ട്. എന്നിട്ട് ഒരു മാസം വരെയും ഞങ്ങൾ അതില്ലെങ്കിൽ ഞങ്ങൾ പ്രത്യക്ഷ നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഇത് അത്ര കണക്കിലെടുക്കില്ല, ഇതൊന്നും അയച്ചില്ല, പൂഴ്ത്തിവെച്ചു, അയച്ചേയില്ല. അപ്പോൾ ഒരു മാസം വരെയും ഞങ്ങൾ നോക്കിയില്ല എന്ന് പറഞ്ഞു. ഒരു ദിവസം പെട്ടെന്ന് ഞങ്ങൾ കഞ്ഞി തരാൻ വേണ്ടി തുറന്നു വിട്ടപ്പോൾ ഉടനെ ഓട് പൊളിച്ച് കയറി. അതിൻ്റെ ഡബിൾ സ്റ്റോറിയാണ്, അതിൻ്റെ മുകളിൽ ഷീറ്റിട്ടുണ്ട്. സിവിൽ സ്റ്റേഷൻ സബ് ജയിൽ 2 ഡബിൾ സ്റ്റോറി, അതിൻ്റെ മുകളിലും കയറി. അപ്പോൾ അന്ന് സിവിൽ സ്റ്റേഷനും ജയിലും ഒക്കെ ഒന്നിച്ചാണ് കോട്ടൻ്റെ അകത്ത്. അപ്പോൾ സിവിൽ സ്റ്റേഷൻ പറയാൻ ആൾക്കാർ വരുമല്ലോ, താലൂക്ക് ഓഫീസ്, കളക്ടർ ഓഫീസ്, ഇതിനൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മുകളിൽ കയറി ഇതൊക്കെ തുണ്ടുകടലാസിൽ മുദ്രാവാക്യം ഉണ്ടാക്കി ഡിമാൻഡൊക്കെ എഴുതി എല്ലാം അങ്ങോട്ട് വെതറി പുറത്ത് നിർത്തി. അപ്പോൾ ആൾക്കാർ കൂടി വൈകുന്നേരം വരയ്ക്കും കോട്ടൻ്റെ ഉള്ളിൽ നിറയെ ആൾക്കാരാണ്. ഉദ്യോഗസ്ഥന്മാർ ഓഫീസിൽ പണിയെടുത്തതുമില്ല. അപ്പോൾ പിന്നെ കളക്ടറെ കാരണം പറഞ്ഞു, കളക്ടർ ഒന്നും ഇല്ല. അപ്പോൾ കളക്ടർ പറഞ്ഞിട്ടാണ് വരുന്നത് പറഞ്ഞിട്ട് പിന്നെ ഡെപ്യൂട്ടി കളക്ടറും ADM അവർ രണ്ടാളും കൂടിയിട്ടാണ് വരുന്നത്. അവരുമായിട്ട് സംസാരിക്കണം. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പെറ്റീഷൻ കിട്ടിയിട്ടില്ല എന്നോ. ഞാൻ പറഞ്ഞു സൂപ്രണ്ടിന് 3-ാം തീയതി അതിൻ്റെ കോപ്പി ഇതാവുണ്ട്, കോപ്പി ഞങ്ങൾ കൊടുത്തു. അപ്പോൾ സൂപ്രണ്ടിനോട് ചോദിച്ചപ്പോൾ ഇല്ല, ഞാൻ അയച്ചിട്ടില്ല. അപ്പോൾ അയാൾ നമ്മുടെ മുമ്പിൽ ചീത്ത പറയില്ലെങ്കിലും മുഖം മാറുമല്ലോ. അപ്പോൾ അത് തന്നെ ഞങ്ങൾക്കൊരു അഡ്വാൻറ്റേജായി സംസാരിക്കാൻ. അപ്പോൾ ഇത് സൂപ്രണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇത്ര ആൾക്കാർ മനുഷ്യ ജീവനാണെന്നുള്ള പരിഗണനയില്ല. മൊത്തം ആളൊരു പ്രതിക്കൂട്ടിലായി. അപ്പോൾ സൗകര്യമുള്ള ജയിലിലേക്ക് അയക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കോടതിയിൽ കൊണ്ടുവന്നു. മജിസ്ട്രേറ്റിന് ആ കോപ്പി കിട്ടി. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് വിയ്യൂർക്ക് മാറ്റുന്നത്. വിയ്യൂർക്ക് മാറ്റുമ്പോഴാണ്, കാരണം ഇവിടെ അതിനൊരു സാധ്യത. അപ്പോൾ ഞങ്ങൾ പിന്നെയും ഞങ്ങളുടെ ഒരു ഇത് പറഞ്ഞാൽ പകൽ തുറന്നു വിടണം എന്നുള്ളൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു ജയിൽ വളപ്പിൽ. അതായത് 1 മണിക്കൂറെങ്കിലും സൂര്യ വെളിച്ചം വേണം, ആകാശം കാണണം. ഇതാണ് മിനിമം ഡിമാൻഡ്. ഈ വിയ്യൂരിലേക്ക് മാറുന്നതിന് മുന്നേ മനസ്സിലാകുന്ന ഒരു പ്ലാൻ ഉണ്ടോ? അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജയിലിൽ വരുന്നത് പിടിക്കപ്പെട്ടേക്കാം, മോചനം വന്നിട്ട് നമുക്ക് രാഷ്ട്രീയമായിട്ടായിരിക്കണം എന്ന് ഞങ്ങൾക്കൊരു വേഗമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. പിന്നെ സബ് ജയിൽ വന്നപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനൊന്നും അവിടെ സാധ്യതയില്ല. അപ്പോൾ വിയ്യൂർ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറണം. ഹാളാണ് കുറച്ചുകൂടെ ഇതുപോലെ വലിയ ഹാളാണ്, 3 ഹാള്. അതിൽ 2 ഹാളായിട്ട് ഞങ്ങൾ ഇടുന്നുണ്ട്. അപ്പോൾ തുറന്നു വിടുന്നില്ല. അപ്പോൾ അവിടെ ഒരു നല്ല പരിഗണനയാണ്. ഞങ്ങൾ പ്ലേറ്റ് മാറ്റണം, അലുമിനിയം പ്ലേറ്റൊന്നും വൃത്തിയില്ല. അപ്പോൾ എനാമൽ പൂശിയ പ്ലേറ്റാണ് തരേണ്ടതെന്ന് പറയുന്നുണ്ട്. അത് അവർ കൊണ്ടൊന്ന് കാണിക്കണോ, അതൊക്കെ പൊട്ടിയതാണ്, പണ്ട് AKG ഒക്കെ ഇവിടെ കിടന്നാണ്, അവർക്ക് കൊടുത്താണ്, ഇതൊന്നും വൃത്തിയില്ല, നിങ്ങൾക്ക് നല്ല പുതിയ പ്ലേറ്റ് തരാമാണ്. പുതിയ അലുമിനിയം പ്ലേറ്റൊക്കെ കൊണ്ടുവന്ന് തരുന്നുണ്ട്. അവർക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തു. തുറന്നു വിടുന്ന കാര്യം നടന്നില്ല. അപ്പോൾ അത് കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും നിരാഹാരം കിടക്കുന്നുണ്ട്. 14 ദിവസം കിടക്കുന്നുണ്ട്. പക്ഷെ 14 ദിവസം കിടന്നിട്ട് ഈ ജയിലിൽ നിരാഹാരം കിടക്കുക എന്ന് പറഞ്ഞാൽ പുറത്ത് അറിയണത്. എന്നിട്ട് പത്രങ്ങൾ വരും, അങ്ങനെ ജനങ്ങൾ അങ്ങനെ ആകുമ്പോഴതൊരു ശക്തിയായി മാറും. ഇതൊരു വഴിയില്ല. അപ്പോൾ അത് ഞങ്ങൾ മണ്ടത്തരമാണെന്ന് ഞങ്ങൾക്കും തോന്നി. പക്ഷെ 14 ദിവസം കിടന്നു. പിന്നെ അവർ പറഞ്ഞു ഞങ്ങളിതൊക്കെ അറിയിക്കാൻ ഞങ്ങൾക്കിത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മുകളിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ ഒന്നിച്ച് ഒരു ദിവസം എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കാം, കേസിൻ്റെ കാര്യം ചർച്ച ചെയ്യാനൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചു. അപ്പോൾ ആ ഒരു ഗ്യാരണ്ടിയിൽ ഊണ് കഴിഞ്ഞാൽ 1 മണിക്കൂർ ഞങ്ങൾ അത് 1 മണിക്കൂർ പറയുമ്പോൾ അവർ പിന്നെ ഒരു 2-3 വൈകുന്നേരം ആകുമ്പോഴേക്കേ തുറന്നു വിടുള്ളൂ. അപ്പോൾ ഒരു ഹാളിൽ എല്ലാവരും കൂടും. ഇവിടെ ഞങ്ങൾ ഇത് കൃത്യമായിട്ട് സംസാരിച്ച് പദ്ധതി ഉണ്ടാക്കി. അപ്പോൾ അവർ വേറൊരു തീരുമാനം എത്തിയത്, ഇഷ്ടമുള്ളവർ മുറികളുമാണെങ്കിൽ ഇപ്പം തന്നെ മാറാം, ഇപ്പോൾ തന്നെ മാറി താമസിക്കാം എന്നുകൊണ്ട്. മറ്റങ്ങനെ ഇടകലർന്ന് കിടക്കുകയായിരുന്നല്ലോ. അപ്പോൾ ധാരണൻ്റെ അടിസ്ഥാനത്തിൽ 9 പേരുള്ള ഒരു മുറിയിൽ ഞങ്ങൾ ഇതുപോലെ ഒരു മുറിയിലാണ്.
അതിൻ്റെ അപ്പുറത്തെ മുറിയിൽ ബാക്കിയുള്ളവരാണ്. ഞങ്ങൾ 9 പേര് ഇങ്ങോട്ട് മാറി. 36 ആളുണ്ടായിരുന്നു മൊത്തം. അങ്ങനെ ബാക്കി ഈ 9 ആൾ ഇങ്ങോട്ട് മാറി. ബാക്കി 2 ആൾ ബാക്കിയുള്ളത് 2 മുറികളായിട്ട് അപ്പുറത്ത്. അപ്പോഴാണ് പിന്നെ ഞങ്ങൾ പദ്ധതി തീരുമാനിച്ചത് അതൊന്ന് വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ടതാണ്. ഒരു ചെറിയ പിശക് പോലും വലിയ അപകടത്തിലേക്കാവും. മറ്റൊന്ന്, ഇപ്പോൾ ജയിലിലുള്ള സുരക്ഷിതം പോലെയല്ല, ജയിലിൽ ചാടി പുറത്ത് പോയാൽ വളരെ അപകടത്തിലേക്കാണ് പോകുന്നത്. ഏത് നേരം വെടിവെച്ച് പിടിക്കപ്പെടുക, ആളെന്നെ ഇല്ലാതാവുന്നൊരവസ്ഥയിൽ. അപ്പോൾ കൃത്യമായി അതിന് തയ്യാറായിട്ടുള്ളവർ സ്വന്തമായി വ്യക്തിപരമായി രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹത്തിലായിരിക്കാൻ വന്നാൽ പറ്റില്ല. ഒരു പൊതു താല്പര്യത്തിന് വേണ്ടി തുടർന്ന് പ്രവർത്തനം മുന്നേറാൻ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുള്ളവർ എന്നുള്ള നിലയ്ക്ക് 9 ആൾ മാറുന്നത്. അങ്ങനെ അതിൻ്റെ ഒരു ഉറച്ച ധാരണയിലാണ് വരുന്നത്. പിന്നീട് അത് ജയിലിൽ വന്നതിന് ശേഷം അത് ചർച്ച ചെയ്യും, ധാരണയാണ്. അപ്പോൾ എങ്ങനെ പുറത്ത് കിടക്കണം. അപ്പോൾ അതിലുള്ള സങ്കീർണതകളാണ്. ഒന്ന്, വളരെ നന്നായിട്ട് തടവുകാരോട് മാന്യമായി പെരുമാറുന്നവരുണ്ട്. അവർ ഡ്യൂട്ടിയിലുള്ളപ്പോൾ ചാടുകയാണെങ്കിൽ ഇവരുടെ പേര് നടപടി വരും. അപ്പോൾ അതൊരു ശരിയല്ല. വളരെ മോശപ്പെട്ട ആൾക്കാരുമുണ്ട്. ഞങ്ങളോടല്ല, മറ്റു തടവുകാരോടും അനാവശ്യമായിട്ട് മർദ്ദിക്കലും വളരെ മോശമായി പെരുമാറുന്ന ആൾക്കാരുണ്ട്, ഒരു സംസ്കാരവും ഇല്ലാത്ത. അപ്പോൾ ഇത്തരം ആൾക്കാർ വന്നാൽ പിന്നെ അവർ ഡ്യൂട്ടിയോട് കാണിക്കുന്ന അലമ്പാവും അതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയം ഒത്തു വന്നു. അപ്പോൾ ആദ്യം മഴ പെയ്യുന്നവർ ആരോ പറഞ്ഞു ഒരു ഇതാണ്. അപ്പോൾ ദിവസേന ഞങ്ങൾ നോക്കുന്നു മഴ പെയ്യുന്നുണ്ടോ. അങ്ങനെ ഒരു ദിവസം അവിടെ ഫോട്ടോ മാതൃഭൂമിയിൽ ഫോട്ടോ വന്നിട്ടുണ്ട്. ഹെഡിങ് ഇങ്ങനെയാണ്: കേരളത്തെ പ്രകമ്പനം കൊള്ളിച്ച ജയിൽ ചാട്ടം.